ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 7, വിശുദ്ധ റിച്ചാർഡ്. വിശുദ്ധരായി വന്ദിക്കപ്പെടുന്ന 3 മക്കളുടെ പിതാവാണ് രാജാവായ വിശുദ്ധ റിച്ചാർഡ്. വില്ലിബാൾഡ്, വിനിബാൾഡ്, വാൾബുർഗ എന്നിവരായിരുന്നു റിച്ചാർഡ് രാജാവിന്റെ മക്കൾ. വിശുദ്ധ ബോണിഫസിന്റെ ബന്ധു കൂടിയായിരുന്നു ഇദ്ദേഹം. റിച്ചാർഡ് രാജാവിനെ പറ്റി പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം പലതരത്തിൽ വ്യത്യാസങ്ങളുമുണ്ട്. വെസക്സിലെ രാജാവായിരുന്നു റിച്ചാർഡ് എന്നും രാജകുമാരൻ മാത്രമായിരുന്നുവെന്നും 2 തരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഭക്തനായിരുന്നു റിച്ചാർഡ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ ശക്തി എത്രയധികമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം പറയാം. മകനായ വില്ലിബാൾഡ് ജനിച്ച് അധികം ദിവസങ്ങൾ കഴിയും മുൻപ് രോഗബാധിതനായി മരിച്ചു. റിച്ചാർഡിന് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. വില്ലിബാൾഡിനെ തിരികെ നൽകിയാൽ യേശുവിനു വേണ്ടി തന്റെ മക്കളുടെ ജീവിതം സമർപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അത്ഭുതം പോലെ വില്ലിബാൾഡിന് ജീവൻ തിരികെ കിട്ടി. പിന്നീട് തന്റെ മക്കളായ വില്ലിബാൾഡിനെയും വിനിബാൾഡിനെയും കൂട്ടി അദ്ദേഹം റോമിലേക്ക് ഒരു തീർത്ഥയാത്ര പോയി. യാത്രാമധ്യേ ഇറ്റലിയിലെ ലൂക്കയിൽ വെച്ച് അദ്ദേഹത്തിന് മലേറിയ ബാധിച്ച് മരിച്ചു. റിച്ചാർഡിന്റെ ശവകുടീരത്തിൽ നിന്ന് വിശ്വാസികൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നേ ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.